MLA ആയി തിരുവനന്തപുരത്തേക്കുള്ള ആദ്യ യാത്രയിൽ തന്നെ മണ്ഡലത്തിലെ റോഡ് വികസനത്തിന് 10 കോടി നേടിയെടുത്തു മടങ്ങിയ ചരിത്രമുണ്ട് വാഴൂർ സോമന്. അക്കഥ ഇങ്ങനെയാണ്. വണ്ടിപ്പെരിയാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 184 കിലോമീറ്റർ. മണ്ഡലത്തിലെ റോഡിന്റെ ദുരവസ്ഥയും 1981 ലോക്കപ്പ് മർദ്ദനത്തിന്റെ അവശേഷിപ്പായ ശാരീരിക വെല്ലുവിളികളും പരിഗണിച്ച് യാത്ര ജീപ്പിലാക്കി. തിരുവനന്തപുരത്ത് ചെന്നിറങ്ങുമ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചോദ്യം, ഇടുക്കിയിൽ നിന്ന് ഇത്ര ദൂരം ജീപ്പിലോ? വാഴൂരിന്റെ മറുപടി ഉടനെത്തി, മണ്ഡലത്തിലെ റോഡിൽ ഈ ജീപ്പേ പറ്റൂ. പിന്നീട് മന്ത്രിയുടെ ഓഫീസിലെത്തി റോഡുകൾക്ക് ഫണ്ട് ആവശ്യപ്പെട്ട് കത്ത് നൽകി. തിരികെ മടങ്ങുന്നതിനിടെ രാത്രി 11-ന് ഫോണിൽ മന്ത്രിയുടെ വിളിയെത്തി. 35-ാം മൈൽ കൊക്കയാർ റോഡിന് 10 കോടി അനുവദിച്ചു. പോലീസിന്റെ ക്രൂരമർദ്ദനം സമ്മാനിച്ച വൈകല്യവുമായാണ് വാഴൂർ സോമൻ ജീവിച്ചത്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിലെ അതിഭീകര മർദ്ദനമുറകളാണ് യുവ ട്രേഡ് യൂണിയൻ നേതാവിന് ചുമലിൽ കൂനും കാലുകൾക്ക് വൈകല്യവുമുണ്ടാക്കിയത്. വണ്ടിപ്പെരിയാറിലെ 2 തോട്ടം തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കം ഒത്തുതീർപ്പാക്കാനാണ് സോമൻ പോലീസ് സ്റ്റേഷനിലെത്തിയത്. പ്രശ്നം ചർച്ച ചെയ്യുന്നതിനിടെ SI രാഘവനുമായി തർക്കമുണ്ടായി. രാഘവനും ഹെഡ് കോൺസ്റ്റബിൾ കരുണാകരനും ചേർന്ന് സോമനെ തല്ലിച്ചതച്ചു. 30 മിനിറ്റോളം മർദ്ദനം. സോമനെ ലോക്കപ്പിലിട്ടു പൂട്ടി കാവൽ നിന്ന SIയെ ഏറെ പണിപ്പെട്ട് സ്റ്റേഷനിൽ നിന്ന് മാറ്റിയ ശേഷമാണ് അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി മാറ്റിയത്. തൊട്ടു പിന്നാലെ 1980 അന്നത്തെ മുഖ്യമന്ത്രി EK നായനാരും CPI സംസ്ഥാന നേതൃത്വവും ചേർന്ന് വാഴൂരിനെ ചികിത്സയ്ക്ക് മോസ്കോയിൽ അയച്ചു. 1 വർഷം അവിടെ താമസിച്ചു. റഷ്യൻ ഭാഷയും പഠിച്ചാണ് മടങ്ങിയത്. 1991 മുതൽ 2016 വരെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും CPIയുടെ മണ്ഡലം ജില്ലാ കമ്മിറ്റികൾ ശുപാർശ ചെയ്യുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ സോമൻ ഉണ്ടായിരുന്നു. 1996-ലും 2001-ലും രാഷ്ട്രീയ ഗുരു കൂടിയായ CA കുര്യനു വേണ്ടി മാറിക്കൊടുത്തു. 2006-ൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ബിജിമോൾക്ക് അവസരം നൽകി. 2011-ലും 2016-ലും വനിതാ സംവരണത്തിനു വേണ്ടി ഇത് ആവർത്തിച്ചു. CPI മാനദണ്ഡമനുസരിച്ച് 2 തവണ മത്സരിച്ചവരെ ഒഴിവാക്കാൻ തീരുമാനിച്ചതോടെ അവസരം വാഴൂർ സോമനിൽ എത്തുകയുണ്ടായി. 2021-ൽ 10 റൗണ്ട് പൂർത്തിയാക്കുന്നതുവരെ UDF സ്ഥാനാർത്ഥി സിറിയക് തോമസിനുണ്ടായിരുന്നു ലീഡ്. തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിലെ അവസാന 2 റൗണ്ടുകൾ എണ്ണിത്തുടങ്ങിയതോടെ LDF ഭൂരിപക്ഷം ക്രമേണ കൂടി. ഒടുവിൽ 1835 വോട്ടിന് വാഴൂർ സോമന്റെ വിജയം. 1952 സെപ്റ്റംബർ 14-ന് കോട്ടയം വാഴൂരിൽ കുഞ്ഞുപ്പാപ്പന്റെയും പാർവതിയമ്മയുടെയും 7 മക്കളിൽ 6-മനായി ജനിച്ച സോമൻ വാഴൂർ NSS കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി പൂർത്തിയാക്കി. കോട്ടയം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്ന് സോഷ്യൽ സൈക്കോളജിയിൽ ഡിപ്ലോമയും നേടി. AISFലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ സോമൻ 1974-ൽ തന്റെ പ്രവർത്തന മണ്ഡലം പീരുമേട്ടിലേക്ക് മാറ്റി. വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ, MLA, ജില്ലാ പഞ്ചായത്ത് അംഗം എന്നിങ്ങനെ വിവിധ പദവികൾ വഹിക്കുമ്പോഴും തൊഴിലാളി സംഘടനാ പ്രവർത്തനം മുടക്കിയില്ല. നിലവിൽ AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റും ദേശീയ പ്രവർത്തക സമിതി അംഗവുമായിരുന്നു അദ്ദേഹം.